എൻ്റെ മാലിന്യം എൻ്റെ വിധി. എത്ര നല്ല മുദ്രാവാക്യമാണ് കേരള സർക്കാർ ശുചിത്വ മിഷൻ വഴി പുറത്തു വന്നെന്നറിയാവോ? മനോഹരമായ മുദ്രാവാക്യമാണ്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മാലിന്യം എൻ്റെ വിധി. എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെയല്ല, എൻ്റെ ഉത്തരവാദിത്വം എന്നാണ്. പക്ഷെ ബ്രാക്കറ്റിൽ എൻ്റെ വിധി എന്നും കൂടെ എഴുതണം. ശരിക്കും നമ്മുടെ വിധിയാണ്. മുനിസിപ്പാലിറ്റി ടാക്സ് പിരിക്കുന്നില്ലേ? പഞ്ചായത്ത് ടാക്സ് പിരിക്കുന്നില്ലേ? കോർപ്പറേഷൻ ടാക്സ് പിരിക്കുന്നില്ലേ? ഈ ടാക്സ് പിരിക്കുന്നവരുടെ ഒരു ഉത്തരവാദിത്വം കൂടെ അല്ലേ ഇതിനകത്തൊരു സംവിധാനം ഒരുക്കൽ? എന്തെല്ലാം ക്യാമ്പയിനുകളാണ്. ഇപ്പോൾ ഇതാ മാലിന്യമുക്തം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാലിന്യമുക്തമൊക്കെ ആയി കഴിഞ്ഞു കേരളം. അപ്പോഴും വർക്കലെ ക്ലിഫിന്റെ അടുത്ത് ഇന്നലെ ഒരു സായിപ്പ് വന്നിട്ട് വളരെ അതിസാഹസികമായി ആ ക്ലിഫിനെ മലിനപ്പെടുത്തിയിരിക്കുന്നതും വേസ്റ്റ് വാരിയിട്ടിരിക്കുന്നതും ബ്ലോഗറായിട്ടുള്ളൊരു സായിപ്പ് വീഡിയോ ചെയ്തു. വളരെ വൈറലാണ്. അതേ വീഡിയോ ചെയ്തു. അതേ ചോദിക്കുന്നത്, ഇതെന്താണ് നിങ്ങൾ കേരളീയർ ഇങ്ങനെ? മലയാളികൾക്ക് തരലാലേ മനസ്സിലെ ഓളമില്ലേ, വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ? നിങ്ങൾ മാലിന്യമാണോ തിന്നുന്നത്? നിങ്ങൾ ഭക്ഷണമല്ലേ കഴിക്കുന്നത്? വെളിയിൽ ഈ റോഡ് മുഴുവൻ, ഈ പുഴകൾ മുഴുവൻ, നമ്മുടെ പറമ്പുകൾ മുഴുവൻ, സകല പൊതുസ്ഥലങ്ങളിലെ മാലിന്യം അടിച്ചറിഞ്ഞിട്ട് പുട്ടിയടിച്ച് നമ്മൾ ഇറങ്ങും. സ്പ്രേയും പുട്ടിയടിച്ചിറങ്ങും. മലയാളി ഒന്നാമനാണ്. നമ്മളെ കണ്ടുപിടിക്കൂ. ഇങ്ങനെ തന്നെ പോകണം, സ്ട്രൈറ്റ് ആയിട്ട്. താഴോട്ട് നോക്കിയ മാലിന്യമാണ്. എന്തൊരു മാലിന്യ പുരയാണ് ഇവിടെ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫ്രഷ് കട്ട്. പേര് തന്നെ ഫ്രഷ് കട്ടാണ്. ആദ്യമേ കട്ട് ചെയ്തതായി താമരശ്ശേരി പഞ്ചായത്തിൽ ബോർഡറിൽ കിടക്കുന്ന ഫ്രഷ് കട്ട് ഇറച്ചി മാലിന്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കോഴി ഇറച്ചിയുടെ മാലിന്യങ്ങൾ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ സംസ്കരിക്കുന്ന പ്ലാന്റാണ്. ഒരു പുഴ, ഇരുതൂൾ പുഴ എന്ന് പറഞ്ഞൊരു പുഴയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. 4 പഞ്ചായത്ത്, ഓമശ്ശേരി, കോടഞ്ചേരി, കട്ടിപ്പാറ, പിന്നെ താമരശ്ശേരി, 4 പഞ്ചായത്തിലായിട്ട് ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾക്കാണ് ദുർഗന്ധവും അഴുക്ക വെള്ളവും ഒക്കെ കുടിക്കുക, ദുർഗന്ധം വമിപ്പിക്കുക. അപ്പോഴാണ് കോഴിക്കോട് കളക്ടർ പറയുന്നത്, ദുർഗന്ധം അളക്കാൻ എന്താണ് മാപിനിയില്ല. പനി അളക്കാൻ മാപിനിയുണ്ട്, ഭൂകമ്പം അളക്കാൻ റിച്ചർ സ്കെയിൽ വെച്ച് ഭൂകമ്പ മാപിനിയുണ്ട്, സകലതും അളക്കാനുള്ള മാപിനിയുണ്ട്, ദുർഗന്ധം അളക്കാൻ മാപിനി ഇല്ല എന്ന് പൊല്യൂഷൻ കൺട്രോളോട് പറഞ്ഞെന്ന് കളക്ടർ പറയുകയാണ്. എന്തൊരു വിവരക്കേടാണ്! നിങ്ങൾക്കാരാ IAS തന്നത്? കോഴിക്കോട് കളക്ടർ ആരാന്ന് എനിക്കറിയില്ല. സ്ത്രീയാ പുരുഷനാന്ന് പോലും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും വിവരം കെട്ട ഒരാളിൻ്റെ, സ്ത്രീ ആയാലും പുരുഷനായാലും ജൂനിയർ ആയാലും സീനിയർ ആയാലും, ഇത്രയും വിവരം കെട്ട, ഇത്രയും വിദ്യാഭ്യാസമില്ലാത്ത എങ്ങനെ IAS കിട്ടിയടാ? അല്ലെങ്കിൽ കിട്ടിയടേ? ദുർഗന്ധമളക്കാൻ മാർഗമില്ലാതെ. ഹേ മനുഷ്യ, ദുർഗന്ധമണക്കാൻ സ്ത്രീയാണോ പുരുഷനാണെന്ന് അറിയാൻ പറയണം. ആ സ്ഥലത്തൊന്ന് പോയി ഒരു 5 മിനിറ്റ് നിന്നാ പോരെ? ശരി, ഞാൻ ആ സ്ഥലം ഒന്ന് സന്ദർശിച്ച് കളയാം എന്ന് വിചാരിച്ച് ആ ഒരു 5 മിനിറ്റ് അവിടെ എല്ലാം ഒന്നും പോയി, ഒരു 10 മിനിറ്റ് അവിടെ എല്ലാം പോയി അവിടുത്തെ ആളുകളോട് സംസാരിച്ച് ഈ ഫാക്ടറിയിലും പോയി ചുറ്റും ഒന്ന് ഓടി നടന്നാൽ, അല്ലെങ്കിൽ ഒന്ന് കളക്ടർ പോയി കഴിഞ്ഞാൽ വാർത്തയാകും. വലിയ സമ്മേളനമല്ലേ? ഒന്ന് നിങ്ങൾ പോയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരായാലും ഒന്ന് പോയെങ്കിൽ അറിയാൻ പറ്റില്ലേ? ആ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ എന്തെല്ലാം മാലിന്യം കടന്നിട്ടുണ്ടെന്ന് ഏത് കുഞ്ഞ് ലാബിൽ കൊടുത്താലും, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലാബുകളുള്ള സ്ഥലമല്ലേ ഇവിടെ? മനസ്സിലാവൂലേ ഫ്രഷ് കട്ടിന്റെ ഇത് എന്താണ് സംഭവിക്കുക? അപ്പോൾ ഒരു മുതലാളി, വളരെ സൗമ്യനായി സംസാരിക്കുന്ന ആളാണ് ഡോക്ടർ MK മുനവർ. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഡോക്ടർ MK മുനവർ. അദ്ദേഹം പഞ്ചായത്ത് മന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. തിരുവനന്തപുരം പിന്നെ പാളയത്ത് ഉള്ള വേസ്റ്റ് മുഴുവൻ സംസ്കരിക്കാനുള്ള അത്യാധുനികമായ പ്ലാന്റ് ഒക്കെ ഡിസൈൻ ചെയ്തതാണ്. നല്ല നാട് നല്ല വെള്ളം ക്യാമ്പയിൻ എടുത്തു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ശുചിത്വ മിഷനുമായി ബന്ധപ്പെടുത്തി. അപ്പോഴാണ് അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ വന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരും ഒക്കെ പിന്നെയും തുടർന്നൊക്കെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്തിട്ടും നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്തമായിട്ടില്ല. മാലിന്യമുക്തമായിട്ടില്ല. ഈ MK മുനീർ ഇന്നലെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം സജീവമായി. അദ്ദേഹം ഇന്നലെ വളരെ അതിവൈകാരികമായി അവിടെ പ്രസംഗിച്ചു. അദ്ദേഹം ചോദിച്ചു, 5 ദിവസം ഈ കളക്ടർക്ക് അവിടെ വന്നൊരു താമസിക്കാമോ? ടെന്റ് കെട്ടി ഈ പറയുന്ന ഉദ്യോഗ സംവിധാനത്തിൽ താമസിക്കാമോ? AC വീട്ടിൽ നിന്ന് ഇറങ്ങി AC കാറിൽ കയറി AC റൂമിൽ ഓഫീസിലിരുന്ന് തനിക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന, നല്ല ശമ്പളം വാങ്ങുന്ന, ഇവിടെ 13% DA കൊടുക്കാൻ സംസ്ഥാനത്ത് കിടങ്ങപ്പോഴും DA കൃത്യമായി കിട്ടുന്ന, ശമ്പള പരിഷ്കരണം സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുമ്പോഴും ശമ്പള പരിഷ്കരണം കൃത്യമായി കിട്ടുന്ന എല്ലാ സന്നാഹവും കൂടെ ജില്ലയുടെ അധിപ എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. ഇരുന്നിട്ട് പറയുകയാണ്, ദുർഗന്ധം സഹിച്ചോളൂ, അങ്ങനെ ദുർഗന്ധം അളക്കാൻ മാർഗമില്ല.
വിവരക്കേടിൻ്റെ പേരാണോ ഈ ജില്ലാ കളക്ടർ? സോറി, അതവിടെ നിൽക്കട്ടെ. ഞാൻ കളക്ടറെ ടാർഗറ്റ് ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണം, വർക്കല ക്ലിഫ് എടുത്താലും കേരളത്തിലെ നദികളെടുത്താൽ, പുഴകളെടുത്താൽ, കുളങ്ങളെടുത്താൽ, പൊതു ഇടങ്ങളെടുത്താൽ ഇപ്പോഴും സമ്പൂർണ്ണ മാലിന്യമാണ്. സമ്പൂർണ്ണ മാലിന്യമുക്തമല്ല, സമ്പൂർണ്ണ മാലിന്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ വിളപ്പിൽശാല ഫാക്ടറി പൂട്ടി. അതിനുശേഷം നമ്മൾ അഭിമാനപൂർവ്വം പറയുകയാണ്, മാലിന്യം തീർന്നില്ലേ? എവിടെയായി കൊണ്ടുപോകുന്ന ഈ മാലിന്യം? ഗൗരവമായ ചോദ്യമുണ്ട്. കുറേയൊക്കെ വീടുകളിൽ സംസ്കരിക്കപ്പെടുന്നുണ്ട്, സമ്മതിച്ചു. ജൈവ മാലിന്യങ്ങൾ കുറേ വീടുകളിൽ സംസ്കരിക്കുന്നു. പക്ഷേ ബാക്കി മാലിന്യങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു? അത് രാവിലെ തിരുവനന്തപുരത്ത് കൂടി നടക്കാനോ ഓടാനോ പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും. അവിടെ ഇവിടെ കൂട്ടിയിട്ട് തീയിടുന്നുണ്ട്. കരിയില, പ്ലാസ്റ്റിക് എല്ലാം തീയിടുന്നുണ്ട്. തീയിടാമോ? ഒരു വശത്ത് സർക്കാർ പ്ലാസ്റ്റിക് വിരുദ്ധമാണ്, പ്ലാസ്റ്റിക് തീയിടരെന്ന് പറയുന്നു. വളരെ വ്യാപകമായി പ്ലാസ്റ്റിക് ലഭ്യമാണ്. പ്ലാസ്റ്റിക് വിറ്റാൽ കുറ്റമാണ്, കയ്യിൽ വെച്ചാൽ കുറ്റമാണെന്നൊക്കെ പറയപ്പെടും. പക്ഷെ പ്ലാസ്റ്റിക് വ്യാപകമാണ്. 50 മൈക്രോണിന് താഴെ ഉള്ളതും വ്യാപകമാണ്. പ്ലാസ്റ്റിക് സഞ്ചിയിൽ പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് അതിനകത്ത് കുറച്ച് ഇറച്ചി വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് റോഡിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അതെടുക്കാൻ വരുന്ന നായ്ക്കളുടെ ശല്യമാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഒരു 10 മണി, സന്ധ്യയല്ല, ഒരു 10-11 മണി കഴിഞ്ഞാൽ ശോന സാമ്രാജ്യമാണ് നമ്മളെ റോഡുകളെല്ലാം, നഗരങ്ങളിൽ ഉൾപ്പെടെ. എങ്ങനെയാണ് ഇത്രയും പട്ടികടി വരുന്നത്? ഇത്രയും ആക്സിഡന്റുകൾ വരുന്നത് എങ്ങനെയാണ്? പട്ടിക്കുള്ള ഇറച്ചി നമ്മൾ തന്നെയാണ് റോഡിൽ കൊണ്ടിടും, അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ കൊണ്ടിടും, അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടിടും. അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് 4-5 പട്ടികൾ ഇങ്ങനെ കവർ പിന്നെ മണമടിച്ച് കംപ്ലീറ്റ് സ്മെല്ല് അടിക്കും. കാര്യം കംപ്ലീറ്റ് കവർ ചെയ്തല്ലല്ലോ വരുന്നത്. അതിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് തിന്ന് അവിടെയെല്ലാം നാശക്കോട്ടയാകുമ്പോഴാണ് അതുവഴി ഒരു വണ്ടി പോകുന്നത്, അല്ലെങ്കിൽ വഴിയാത്രക്കാരൻ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂട്ടറുകാരൻ, ഒരു ബൈക്കുകാരൻ പോകുന്നത്, അവനെ ഇടിച്ച് തള്ളിയിട്ടിരിക്കും. അതിഗുരുതരമായ മാലിന്യ പ്രതിസന്ധിയാണ്. നമ്മളിവിടെ ക്യാമ്പയിനുകൾ നടത്തുന്നു, സമ്പൂർണ്ണ മാലിന്യമുക്തമാണെന്ന് പറയുന്നു, ഒരുപാട് ന്യായങ്ങൾ പറയുന്നു. ഇപ്പോഴും നമ്മൾ ഇരുട്ടിൽ തൽപ്പുകയാണ്. വീടുകളിലെ മാലിന്യം സമ്പൂർണ്ണമായി എങ്ങനെ പരിഹരിക്കും നമുക്കറിയില്ല. നമ്പർ 2, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന മാതൃകകൾ സുസ്ഥിരമാണോ നമുക്കറിയില്ല. നമ്പർ 3, 3 തലത്തിലുള്ള, ഞാൻ പറഞ്ഞ ചുരുക്കത്തിലേക്ക് വരാം, 4 തലത്തിലുള്ള അപ്രോച്ച് കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ സർവീസിൽ ശുചിത്വ മിഷനില്ലായിരുന്നു. പക്ഷേ ശുചിത്വ മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരിപാടികളിലും സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അതിശക്തമായി പറയുന്ന കാര്യമാണ്, സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല. ഒന്ന്, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ഗ്രഹാധിഷ്ഠിതമായ മാലിന്യ സംസ്കരണം തന്നെയാണ് ജൈവ മാലിന്യങ്ങൾക്ക്, തർക്കമില്ല. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ഡിവൈസുകൾ പോരാ, അത് പരിഷ്കരിച്ചെടുക്കണം. നമ്പർ 2, പഞ്ചായത്ത് കേന്ദ്രമാക്കി, അല്ലെങ്കിൽ 2 പഞ്ചായത്ത് 3 പഞ്ചായത്ത് കേന്ദ്രമാക്കി മൈക്രോ പ്ലാന്റുകൾ ആവശ്യമാണ്. ബ്ലോക്കുകൾ കേന്ദ്രമാക്കി, അല്ലെങ്കിൽ 2 ബ്ലോക്ക് 3 ബ്ലോക്ക് കൂട്ടി മിനി പ്ലാന്റുകൾ ആവശ്യമാണ്. ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഗാ പ്ലാന്റുകൾ ആവശ്യമാണ്. അത് ഒരു ജില്ലയിൽ പറ്റിയില്ലെങ്കിൽ 2 ജില്ലയുടെ ബോർഡറിലും ആലോചിക്കാം. അങ്ങനെ മെഗാ പ്ലാന്റുകളും ആവശ്യമാണ്. മെഗാ പ്ലാന്റുകൾ, മിനി പ്ലാന്റുകൾ, മൈക്രോ പ്ലാന്റുകൾ, ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡേഴ്സിന്റെ ഇടപാടുകൾ, ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. മറുവശത്ത് അതിവിപുലമായ, അത് കേരളം അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള, മുഖ്യമന്ത്രിയും ഗവർണറും സകലമാന ആളുകളും റോഡിലിറങ്ങി, സ്കൂളും കോളേജും എല്ലാവരും റോഡിലിറങ്ങി ക്യാമ്പയിൻ നടത്തി. റോഡിലിറങ്ങണം, വീട് വീടാന്തരം സഞ്ചരിച്ച് ക്യാമ്പയിൻ നടത്തി വലിയ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഉണ്ടാക്കാനുള്ള, ഒരു മനോഭാവ മാറ്റം ഉണ്ടാക്കാനുള്ള ക്യാമ്പയിൻ കേരളത്തിൽ നടക്കണം. അത് കെട്ടഴിച്ച് വിട്ട ക്യാമ്പയിൻ ആയിരിക്കണം. അല്ല കനകക്കൊന്നിൽ എല്ലാവരും കൂടി വരും, കുറേ മോഡലുകളൊക്കെ വയ്ക്കുക, അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ എന്നെ ചൊറിയാം, നിങ്ങൾ എന്നെ ചൊറിഞ്ഞോളൂ, നിങ്ങളെ ചൊറിയാം, നിങ്ങൾ എന്നെ ചൊറിഞ്ഞോളൂ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറച്ച് ആളുകൾക്ക് അവാർഡ് കൊടുത്ത് വിട്ടത് കൊണ്ടൊന്നും ഒരു മാലിന്യമുക്തവും നടക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ശുചിത്വ മിഷൻ പോലുള്ള സംവിധാനങ്ങളിൽ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാനും ഇത് വിഷ്വലൈസ് ചെയ്യാനും ഇതിൻ്റെ വിഷൻ കാണാനും പറ്റിയ ആളുകൾ ഉണ്ടോ എന്നുകൂടി ചോദിക്കണം. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, അതും നമ്മളുടെ ഒരു വിഷയമാണ്. എക്സ്പെർട്ടൈസ് നമ്മൾ എടുക്കുന്നുണ്ടോ, എടുക്കുന്ന എക്സ്പെർട്ടൈസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അതോ നമ്മൾ കുറച്ച് മച്ചമ്പിമാർ തന്നെ, നിലയവിദ്വാന്മാരും തന്നെ മാറിയും തിരിഞ്ഞു നോക്കിയിരുന്ന് ഓരോ സമിതികളിൽ കയറിയിരുന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മാലിന്യമുക്തം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു കേരളത്തിലൊരു പ്രതിസന്ധിയാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മൾ വേസ്റ്റ് തിന്നുന്നവരായി മാറരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നാടിന് അപമാനമായിട്ടുള്ള ചില ഈ ഫ്രഷ് കട്ടിൻ്റെ കാര്യത്തിലെങ്കിലും പറയുമ്പോൾ അപമാനമായിട്ടുള്ള ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്ത കളക്ടർമാരും ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ സോറി എന്ത് പറയാൻ, കേരളത്തിൽ ജനിച്ചുപോയി ജീവിക്കുക മരിക്കുവോളം.